ചായ ചായ എണീക്കാൻ ചായോ എടാ ഞാൻ ഇന്നലെ രാത്രി തന്ന ഐഡിയ എങ്ങനെയുണ്ട്? നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ പൊളച്ചേക്ക് വിടാം. എടാ ബിസിനസ് നടക്കുന്നതിനെ പറ്റി നീ ടെൻഷൻ അടിക്കണ്ട. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പേട്ട ടൗണില് ഒരു 15 തട്ടുകടയെങ്കിലും കാണും. ഓൺ ആൻ ആവറേജ് നമ്മൾ നോക്കിയാൽ ഒരു 50 സിംഗിൾ ഓംലേറ്റും പിന്നെ ഒരു 75 ഡബിൾ ഓംലേറ്റും പോകുമെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കിയാൽ ഈ ടൗണിൽ തന്നെ ഒരു ദിവസം മിനിമം ഒരു 3000 മുട്ടയെങ്കിലും വേണ്ടി വരും. അപ്പൊ മൊത്തം കേരളത്തിൽ എത്ര വേണ്ടി വരും പറ? എടാ ഇതിന്റെ ലാഭം നമുക്ക് പൈസയിലാണ് കിട്ടാൻ പോകുന്നത്. പൈസയിൽ ഒരു മുട്ടയുടെ മേളിൽ നമുക്ക് 80 പൈസയാണ് ലാഭം. അപ്പൊ നമ്മുടെ ഒരു ദിവസം വരുമാനം തന്നെ ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, ഫണ്ട്സ് മാത്രം ഇറക്കിയോണ്ട് കാര്യമില്ല. നല്ല പോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ കൂടിയാൽ മതി. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്ക് വൈകിട്ട് നേരിട്ട് കാണുമ്പോൾ തീരുമാനിക്കാന്നേ. ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെ ആവട്ടെ. നമുക്ക് ബാർ വെച്ച് കാണാം. ഓക്കെ, ശരി. നിങ്ങളുടെ ആഭരണം പ്രധാന വാർത്തകൾ. ശബരിമലയിലെ റെയിൽവേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി ശ്രീ പുതിയ മാലയൊക്കെ ഉണ്ടല്ലോ, മോള് വന്നപ്പോ കൊണ്ടുവന്നായിരിക്കും അല്ലേ? അവൾ ആ വീട് പണിയുടെ കാര്യം പറഞ്ഞിട്ട് നീ പിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവരൊന്നും ചോദിച്ചില്ലെങ്കിലും നമ്മൾ അറിഞ്ഞെന്തെങ്കിലും ചെയ്യണ്ടായോ? അമ്മ, നമ്മുടെ മീനച്ചൽ ബാങ്കിൽ ചിട്ടിയില്ലേ, അത് ഫെബ്രുവരി മാസം പിടിക്കാം. അന്നേരം കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും 10 സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കാം. അവരുടെ ഇഷ്ടത്തിന് വീട് വെച്ചോട്ടെ, പോരെ? അത് നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതിയോ? അവരും കൂടെ ഒന്ന് അറിയണ്ടായോ? ആ കല്യാണ ഉറപ്പിന് അവരിങ്ങോട്ട് വരല്ലേ, ഞാൻ അന്നേരം പറഞ്ഞോളാം. സതീശ ആള് സമയത്തിനെങ്ങാനും എത്തുമോ? എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് OP ഉള്ളതാ. ഡോക്ടറെ ഞാൻ വിളിച്ചായിരുന്നു, ഞാൻ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക. അത് ഞാനെന്നാ ചെയ്യണ്ട? അയാൾ അലസനാണെന്നേ. പിന്നെ ഡോക്ടറെ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഡോക്ടർ ഒരു കാര്യം ചെയ്യേ, കറിയാജന്റെ അപേക്ഷ ഒന്ന് ഒപ്പിട്ട് വെച്ച് പൊക്കോ. എന്നാലും ഇച്ചായൻ ഇന്നലെ ആടിയുടെ കഥ മുഴുവനും പറഞ്ഞില്ലല്ലോ. ഇച്ചായൻ ഉറങ്ങിപ്പോയി. ആണോ? ആ, ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? നിങ്ങൾ ഇന്നലെ ആ ബാറിന്റെ ഷട്ടർ ഇടുന്നവരെ പറഞ്ഞു. അപ്പൊ തുടങ്ങിയായിട്ടുള്ളൂ. അത് ഈ ചിക്കൻ കറിക്ക് ഉപ്പില്ലാന്ന് പറഞ്ഞോണ്ടാണ് തുടങ്ങിയത്. പിന്നെ അവിടുത്തെ സീൻ അത് കണ്ടാലേ ആ ഫീൽ കിട്ടുള്ളൂ. ഭയങ്കര രസമായിരുന്നു. ഞാൻ പറയാം. സതീഷ പറടാ. എന്റെ പൊന്നു വർക്ക്, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു. അത്യാവശ്യമുള്ള ഒരു ദിവസമായിട്ട് ഇന്നെങ്കിലും നിനക്ക് നേരത്തെ ഒന്ന് എണീക്കാൻ മേലായിരുന്നോ? ഞാനും ഡോക്ടറും കൂടെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്തോ, എത്രയും പെട്ടെന്ന് കറിയാച്ചന്റെ ഓഫീസിലോട്ട് വന്നേരെ, ഞങ്ങൾ അവിടെ കാണും. എടാ പൊടിക്ക് അടങ്ങ്, ഞാൻ എത്തിക്കോളാം. ഇന്നിനിപ്പോ എങ്ങോട്ടാ എത്ര ധൃതി പിടിച്ച്? ഇന്ന് ഡോക്ടറുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്ന ദിവസം. എഗ്രിമെന്റ് വെക്കുന്നൊക്കെ കൊള്ളാം ഇച്ചായ. പിന്നെ ചെറുതാണെങ്കിലും ഒരു വീട് മേടിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല, പറഞ്ഞേക്കാം. ഇനി നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിലും ഞാൻ സമ്മതിക്കുമോ? എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ അതല്ല, ഇച്ചായൻ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ ഇച്ചായൻ ഇങ്ങനെ ആയി പോയതെന്നാ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത്. ഇക്കാര്യത്തിലെങ്കിലും ഇച്ചായൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ ഈ ചീത്തയൊക്കെ കേൾക്കാൻ ഞാൻ ഉണ്ടാവത്തില്ല. എടി, അങ്ങനെയെങ്കിലും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിന്റെ ഇച്ഛാനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്താ അത്ര ഉത്തരവാദിത്തം ഇല്ലാത്താണ്? അങ്ങനെയല്ല, അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യല്ലേ. എടി ഒന്ന് തലടി പ്ലീസ്. ഇന്നും തള്ളണോ? ഒന്നനെയും കിട്ടിയാ മതി. എന്നെ കൊണ്ടൊന്നും വയ്യ ഇച്ചായ. ഒന്നൂടെ പ്ലീസ്. കണ്ടാ, നീ തള്ളൊന്നും വേണ്ട, തൊട്ടാ മതി. അത്രയ്ക്ക് പുണ്യ. ഇച്ചായ പോട്ടെ മോളെ. ആശാനെ, ഈ വണ്ടി ഒന്ന് നോക്കി. ഇത് ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നുണ്ട്. അത് ഇപ്പൊ പോ, സമയമില്ല, പിന്നെ നോക്കാം. ആശാനെ, മൊത്തം വണ്ടിയൊന്നും നോക്കണ്ട. ഇതിന് വലത്തോട്ടൊരു പിടുത്തമുണ്ട്. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. വെറുതെ വഴി കിടക്കണമെന്ന് ഓർത്താ. എടാ, അതിന് ഫ്രണ്ട് മുഴുവൻ അയക്കണ്ടേ? എടാ ജയകൃഷ്ണ, ഇങ്ങോട്ട് വന്നേ.
എടാ പോയി ഈ വണ്ടി ഒന്ന് നോക്കി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. ആ ഈ നോട്ടം മാത്രമേ ഉള്ളല്ലോ. വണ്ടി പണയം പറഞ്ഞാൽ പണയത്തില്ല. എടാ സമയം വേണ്ടേ? അയ്യോ എന്റെ പൊന്നുമോനെ ചവിട്ട് പൊളിക്കല്ലേ, നീ മാറ് മാറ് മാറ്, ഞാൻ ചെയ്തോ. മതിയോടാ. ഓക്കെ ആണോ? ഓ ഇത് നിങ്ങളുടെ വൃത്തികയുടെ ഡ്രൈവിങ്ങിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ അപ്പം എന്ത് പൊന്നു പോലെ കൊണ്ടുവരുന്ന വണ്ടിയാണെന്നറിയാമോ? എടാ അതിനിപ്പോ ഞാനെന്ത് തെറ്റ്? വർഗീജ ഇത് മൊത്തം പണിയാ. ടാപ്പറ്റ് നല്ല അടിയുണ്ട്, ബാരിങ്ങും പോയേക്കുക, അതിന്റെ അണി ഒച്ച. പിന്നെ ഇത് കണ്ടോ, പോകയില്ല അപ്പടി ഓയിലാന്നേ. കുറച്ചു കാലം കൂടി ഇതിങ്ങനെ കൊണ്ടു നടന്നാ വണ്ടിയുടെ കാര്യം പോക്കാം. ഞാൻ പറഞ്ഞു തന്നു വേണ്ട. എടാ അത് കുറച്ചു കാലം കൂടി കൊണ്ടു നടന്നാലല്ലേ, ഇന്നത്തേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നാളെ തന്നെ കൊണ്ട് കൊണ്ടുവരാം. ആ ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. മോനെ ഞാനൊന്ന് വലിച്ചിട്ട് വരാം. ആശാനെ ആമ്പിള്ളേരെ കണ്ടില്ലേ ടൂൾസ് ഇല്ലാണ്ട് നോക്കിയത്? ചെല്ല് ചെല്ല്. ഈശോയ്ക്കും വർക്കിച്ചിട്ട് ഇപ്പൊ നേരം വിളത്തേ ഉള്ളൂ. ഇന്നലെ കുടിച്ച കള്ളിന്റെ കട്ട ഇറങ്ങിയത് ഇപ്പോഴല്ലേ? അതെ അതെ അതെ. ഇവർക്കിപ്പോ നേരത്തെ എണീറ്റിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഉണ്ടോ? അടിച്ചടിച്ച് കൃഷ്ണി പോകാതെ നോക്കിക്കോണേ. ആശാനെ ഒന്നും ഇങ്ങോട്ട് വന്നേ. ആശാനെ ഇത്ര മതിയോ? എനിക്കിട്ട് പണിയാതെ ഇത് മതി. വണ്ടിക്കിട്ട് പണിയാ പോരെ? അതെ, ഉള്ള കാശ് പോയി എടുത്തോണ്ട് പോകല്ലേ, എനിക്ക് ചരക്കെടുക്കാനുള്ളതാ. ഇതിപ്പോ അലക്കാരൻ്റെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങിച്ചിട്ട പോലെ ഉണ്ടല്ലോ. എന്റെ പൊന്ന് ചന്ദ്ര, ഇന്ന് എല്ലാം ശരിയാക്കാം. ചരക്ക് നമുക്ക് നാളെ എടുക്കാം പോരെ? ഓ പോരെങ്കിലും അത് മതി. ഉരുളക്കിഴങ്ങര, തക്കാളി ഒന്ന്, അമ്മച്ചി കാല്, കൃഷ്ണയോട് പറഞ്ഞെടുക്കാം. ഒന്ന് അറിഞ്ഞിരിക്കാതെ. എടാ അവന്റെ കട, അവന്റെ കാശ്, അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ ചേട്ടൻ നടന്ന് നടന്ന് അപ്പനുണ്ടാക്കിയ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഇതോടെ പോയ പിന്നെ ഞാൻ പട്ടിണിയാവും, അറിയാവോ? ആ ചേച്ചി ആ സഞ്ചി എടുക്ക്. അസൽ പ്രമാണം രണ്ടാം കക്ഷി കണ്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് കോപ്പി വെച്ചാണ് എഗ്രിമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ധാരണയിലെത്തിയതല്ലേ? എന്നാലും എല്ലാത്തിനും ഒരു വ്യക്തത വേണമല്ലോ. ധാരണ പ്രകാരം 2 മാസത്തെ കാലാവധി വെച്ച് ഡിസംബർ 16-ന് മുമ്പ് തീറാധാരം നടത്താമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാ പിന്നെ വായിച്ചു കേട്ടത് കൊണ്ട് ഒപ്പിട്ട ഇതങ്ങ് കഴിയും. പെൻ. ദേ. ആ, ഇതാണ്. ആ. അതങ്ങോട്ട് കൊടുത്താൽ ഞാൻ വെച്ചേക്കാല്ലേ. അപ്പൊ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ഉണ്ടോ? ഈശ്വരനെ ഓർത്ത്. ശരി. അപ്പൊ ഇത് 5 ലക്ഷം രൂപയുണ്ട്. എല്ലാ ഐശ്വര്യം ഉണ്ടാകട്ടെ. ഓ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാം. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, ആ ഡോക്ടറെ. നമുക്ക് കാണാം. ഓ ചേട്ടായി. ആ ആ എന്നാ ശരി. ആ എന്നാ പിന്നെ നമ്മളവിടെ ഇരിക്കുമല്ലേ? പിന്നെ അടിക്കണം. സതീഷ, ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ജേട്ടാ, ആ അമ്മയും അച്ഛനും പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതിയെന്ന്. എപ്പോഴാ പോണ്ടേ? ഇതാണ് ഇത്ര വലിയ കാര്യം. തലേന്ന് എടുത്താലും മതി. നിശ്ചയമല്ലയോ, കല്യാണമല്ലല്ലോ. നിങ്ങൾക്ക് വലിയ കാര്യമൊന്നുമല്ലായിരിക്കാം, പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെ. ഇയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നീ എല്ലാത്തിനും ഒറ്റയ്ക്ക് പൊക്കോ. ടെസ്റ്റ് എഴുതാൻ പോവാനും സ്കൂളിൽ വിടാനും എന്നെ വിളിച്ചേക്കല്ലേ. ആയിക്കോട്ടെ, വിളിക്കുന്നില്ല പോരെ. ആ ഇതാണ് അനുഭവമുള്ളവർ പറയുന്നത്, പ്രേമിച്ചേക്കല്ലെന്ന്. പ്രേമിച്ചാ പിന്നെ പെണ്ണിനെ എല്ലാത്തിനും അങ്ങ് അവകാശ. ആര് പറഞ്ഞു പ്രേമിക്കാൻ? എന്റെ പുറകെ നടന്ന് കെഞ്ചിയിട്ടല്ല ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ ഞാൻ കുറ്റക്കാരി. അല്ലേലും അതങ്ങനെയാണല്ലോ. ഏടി അതൊരു 15 വയസ്സുകാരന്റെ മനസ്സിലായിരുന്നോ? പിന്നല്ലേ മനസ്സിലായത് ഈ ലോകത്ത് എത്രയോ നല്ല പെൺകുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഞാൻ വെക്കുക. പോയാ ആര് പോയാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ ഡ്രസ് വേണം. ഒന്ന് പൊടി.